തലാക്ക് ഒരു കാര്യം പറയുമ്പോഴാണ് വേറൊരു കാര്യം പറയേണ്ടി വരിക. തലാക്ക് ഒരിക്കലും ദീനുൽ ഇസ്ലാമിൽ പക തീർക്കാനുള്ള ഏർപ്പാടല്ല, ദേഷ്യം തീർക്കാനുള്ള ഏർപ്പാടല്ല. മാനമായ രീതിയിൽ ബന്ധം പിരിയാനുള്ള, അതായത് രണ്ട് കക്ഷികളും തമ്മിൽ തീരുമാനിച്ച് പിരിയാനുള്ള ഒരു നിയമമാണ് തലാക്ക് എന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ അധികം തലാക്ക് അടിച്ചു പിരിയാനുള്ളതാണ്. അതുകൊണ്ടാണ് അധികം തലാക്ക് കോടതിയിലെത്തുന്നത്. അങ്ങനെയില്ല. ദീനുൽ ഇസ്ലാമിൽ വിവാഹബന്ധത്തെ പറ്റി തന്നെ അടിസ്ഥാനമായി പറഞ്ഞ എന്താണ്? ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ. ഇംസാക്കും നമ്മൾ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് പറയുക. അപ്പോൾ പിന്നെ അതൊന്നും പറയലില്ല. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാക്കിൻ ബി മഅറൂഫ് ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ. ഉസ്താദുമാർ ഖത്തീബുമാർ അങ്ങനെ പറയും. ഖാദിമാർ ഉസവ്വിജുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. അതാരാ പറയാ? അമ്മോശൻ, ഈ പെണ്ണിന്റെ ഉപ്പയാ പറയേണ്ടത്. അത് പറഞ്ഞു കൊടുക്കും ഖത്തീബ്. ഉസവ്വിജുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു. അലാ മാ അമറല്ലാഹു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. എന്താണ് അള്ളാഹിന്റെ കൽപ്പന? മിൻ ഇംസാക്കിൻ ബി മഅറൂഫ്, ഒന്നിക്കൽ മാനമായ രീതിയിൽ ജീവിക്കുക. ഔ തസ്രീഹും ബി ഇഹ്സാൻ, അല്ലെങ്കിൽ മാനമായ രീതിയിൽ പിരിയുക. അടിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല. ഇംസാക്കും തസ്രീഹും, ഇംസാക്കും ബി മഅറൂഫ് ഔ തസ്രീഹും ബി ഇഹ്സാൻ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചു മുന്നോട്ട് പോവുക. തസ്രീഹ് എന്ന് പറഞ്ഞാൽ മാനമായ രീതിയിൽ പിരിയുക. പെണ്ണിന് അവകാശമുണ്ട് ഭർത്താവിനോട്, നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് പിരിഞ്ഞേക്കാം. അവകാശമുണ്ട് പെണ്ണിന് പറയാൻ മാനമായ രീതിയിൽ. ഭർത്താവിന് അങ്ങോട്ടും പറയാം, നമുക്കെങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞാലോ, നിനക്ക് നിന്റെ വഴി. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ട് ചിലപ്പോൾ ഭർത്താവ് IAS കാരനും ഭാര്യ IPS കാരത്തിയായിരിക്കും. അവർ കണ്ടാക്കും വലിയ വലിയ ചിന്തകളുണ്ടാവും. ഇവരെല്ലാം രണ്ട് ആശയക്കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും IPS കാരായ ഭാര്യക്ക് IAS കാരനായ ഭർത്താവിനെ ഇരുത്തിയിട്ട്, അല്ല നമുക്ക് പിരിഞ്ഞാലോ, നമുക്ക് നമ്മൾ രണ്ടാളും നയങ്ങൾ ഒന്നിച്ചു പോവില്ല, നമുക്ക് രണ്ടാൾക്കും രണ്ട് ഫീൽഡിൽ പ്രവർത്തിക്കുക, അതാണ് നല്ലത്, നമുക്ക് പിരിഞ്ഞാലോ. അങ്ങനെ മാനമായ രീതിയിൽ പിരിയാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട്. അതാണ് തലാഖ്. കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലും നുഷൂസ് എന്ന് പറഞ്ഞാൽ പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം ഉണ്ടായാൽ ആദ്യം അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഫഇദൂഹുന്ന വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജി വളിദിബൂഹുന്ന വഇൻ അതഅനകും ഫലാ തബ്ഗു അലൈഹിന്ന സബീല. ഈ രീതിയിൽ പിണങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ച് അവസാനം സ്വീകരിക്കേണ്ട രീതിയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രണ്ട് കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ പങ്കെടുക്കട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യട്ടെ. ഇസ്ഫാസിലിഹു, നിങ്ങൾ ഇസ്ലാഹ് നന്നാക്കിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്, തലാഖിലെത്താനല്ല ശ്രമിക്കേണ്ടത്. ഫസുൽഹു ഖൈർ, സുൽഹാണ് ഖൈർ, നല്ല നിലക്ക് ജീവിച്ചു പോകാനുള്ള ശ്രമമാണ് ഖൈർ. ഇനി ഒരു വിധത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ